എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഈ ചാലക്കുടി പട്ടണത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ മോഹൻലാലിൻ്റെ പോലെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിട്ട് വേണം വരാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ സുന്ദരിക്കവല അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് സുന്ദരിക്കവല മുതൽ അപ്രോച്ച് റോഡ് ഈ കോട്ടയം നിന്നൊക്കെ കയറി വരുന്ന വാഹനങ്ങൾ വളരെ താത്വികപരമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു തരുന്നത് ഇങ്ങനെ മോഹൻലാലിൻ്റെ പോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നമുക്ക് വാഹനങ്ങൾക്ക് ഉള്ള ഒരു അവസ്ഥ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ട്. എന്ത് നാണം കെട്ട പരിപാടിയാണത്! ആളുകളെ കുഴി ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്ത് വെച്ചത്. ഇപ്പം പണി തീരുമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കസേര നാഥൻ ആളുടെ വക ഷോ വർക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മന്ത്രി വന്ന് ഷോ വർക്ക് എടുത്തി. ഇതെന്ത് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? വെറുതെ ടാറും നല്ലത്. അതിന് ഉപയോഗിക്കുന്ന കുറച്ച് മിശ്രിതം ഈ പറയുന്ന സർവീസ് റോഡിന് വീതി കൂട്ടി ആ സംഗതി ഇട്ടുണ്ട്. ഏറ്റവും വലിയ അപകടമായിരുന്നത് ഇത് ഉടനെ ചെയ്തില്ലെങ്കിൽ ഇത് മണ്ണിലേക്ക് ഈ സാധനം ഇവിടെ താഴുന്നുള്ളത് അന്നേ പറഞ്ഞേക്കണ്ട. ഇപ്പം എന്താ സംഭവം? ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ താന്നു, ഈ വണ്ടി താഴെ ഞാൻ പറയും നമ്മുടെ അപകടങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ തെന്നി ചിതറയൊക്കെ പോവും. അതല്ലെങ്കിലോ ഞാൻ പറയണത് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഈ വാഹനങ്ങൾ ഇതുപോലെ ഒടുക്കത്തടങ്ങി ദുരന്തത്തിൽ കൊണ്ട് വീഴ്ത്താൻ വേണ്ടി ഓരോ കെണിക്കൂട്ടുകളും പണിക്കൂട്ടുകളും ചെയ്ത് വയ്ക്കുന്ന ഇതുപോലൊരു ഓഞ്ഞ സംവിധാനം വെറുതെ ഓരോരുത്തർക്ക് വന്ന് ഷോ വർക്ക് കാണിക്കുക. ഷോ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കുന്ന പരിപാടി. എത്ര നാളായി ഈ സംഭവം ഇത് പരിപാടി കാണിച്ച് ഇതിൻ്റെ പണി ഇത് എന്തിനാണ് ഇത് ചെയ്ത് വെച്ചത്? ഈ പരിപാടി എന്നിട്ട് ചെയ്തത് ഇവിടെ പോണ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം ഇത് എന്തിനാണ് ഈ പറയുന്ന ഈ മിശ്രിതം വിട്ടിട്ട് ഇങ്ങനെ ഈ പരിപാടി ചെയ്ത് വെച്ചത്? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകൾക്ക് കൂടി അറിയാൻ വേണ്ടി പറയാണ്. ഇതിവിടെ ഒരു അപ്രോച്ച് റോഡാണിത്. സുന്ദരിക്കവല മുതൽ കോട്ട ആശ്രമം ജംഗ്ഷൻ വരെ, അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിക്കൊക്കെ പോണ ഹൈവേയുടെ തൊട്ട് ഇടതുവശത്താണ് ഈ പറയുന്ന അപ്രോച്ച് റോഡ് കിടക്കുന്നത്. വലിയ അപകട ഭീഷണിയുള്ള ഒരു അപ്രോച്ച് റോഡായിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റോഡിൽ കൂടെ 2 വരിയായിട്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. അവിടെ സുന്ദരിക്കവല ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എൻട്രികളുള്ള സ്ഥലമാണ്. ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് എൻട്രി, കോട്ടയിൽ നിന്ന് എൻട്രി, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന എൻട്രി, നിത്യം അപകടങ്ങൾ. അവസാനം ഒരു വീട്ടമ്മ മരിച്ചു. ഇപ്പോൾ അതിനുശേഷം മന്ത്രി ഗണേഷ് കുമാർ വന്നതിനെ തുടർന്ന് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഹൈവേ എന്നുള്ള എൻട്രി കെട്ടി. അപ്പോൾ അതിക്ക് തൊട്ട് കുറച്ച് മുൻപായിട്ടാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ അപ്രോച്ച് റോഡിന് ഇങ്ങനെ വീതി കൂട്ടി അതിനുള്ള സ്ഥലം ഇവിടെയുള്ള ആളുകൾ വിട്ടു തന്നിരുന്നു. അങ്ങനെ അപ്രോച്ച് റോഡിന് വീതി കൂട്ടി റോഡ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുറേ ഷോ വർക്കുകളൊക്കെ നടന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ടാർ മിശ്രിതം എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടിട്ടത്. ഇത് അന്നേ ഇട്ട് കഴിഞ്ഞപ്പോൾ, അതായത് നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തിട്ട് അവിടെ കുറച്ച് മണ്ണും ഇതുപോലത്തെ സാധനങ്ങളും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോണ വണ്ടികൾ എങ്ങനത്തെ വണ്ടികളാണ്? ഇതുപോലൊരു ഒടുക്കത്തടങ്ങണ ഒരു ഓഞ്ഞ സംവിധാനം. ഈ വണ്ടി ഇവിടെ താന്നു, ഇനി അടുത്ത വണ്ടി താഴും. ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ പോണ ഭരണാധിപന്മാരിൽ അവരുടെ വണ്ടി താണാൽ മാത്രമേ പഠിക്കുള്ളൂ. അപ്പോൾ ചാലക്കുടിയിൽ ഒന്നല്ലെങ്കിൽ ആളുകൾ ചാവണം, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും പറ്റണം, അല്ലെങ്കിൽ ഇതുപോലെ മോഹം കിടക്കണം. ഇതാണിപ്പോൾ ഈ സംഭവം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയണത് അതിദയനീയമായ ഒരു സ്ഥിതിയാണ് ഇവിടുത്തെ റോഡിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ആരും ഇതിനെപ്പറ്റി വെറുതെ ഷോ വർക്കുകൾ മാത്രം കാണിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടിട്ട് ഈ വാഹനങ്ങൾക്ക് ദുരന്തം വിതയ്ക്കാനായിട്ടുള്ള ഇടമായിട്ട് ചാലക്കുടിയിലെ ഈ സർവീസ് റോഡ് മാറ്റിയിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വലിയ വാഹനങ്ങൾ ഈ അപ്രോച്ച് റോഡിൽ കൂടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ പോമോനെ ദിനേശ എന്ന് പറഞ്ഞ് കിടക്കേണ്ട വരും എന്ന് മാത്രമാണ് പറയുന്നത്.